സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാരംഭ സമയം ഒരു പാട്ടുപാടി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്ന് പകലിൽ അമ്മ ഈ സന്ധ്യയിൽ പാട്ടുപാടി നമ്മളെ സഹായിക്കുന്നത് അമ്മ കർത്താവിൻ്റെ ദാസി മോളി ജോസഫ് സിസ്റ്ററാണ്. അമ്മ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസിയെ ഈ സമയം പാട്ടുപാടുവാനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേറും മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. യഥാർത്ഥത്തിൽ അനുസരണമുള്ള ഒരു സ്വഭാവത്തെയാണ് ഇവിടെ വിരൽ ചൂണ്ടുവാനിടയാകും. അനുസരണയുള്ള ഒരു ജോസഫ്, പ്രവൃത്തിയിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു പഠനമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ മറ്റൊരു സത്യമാണ് അനുസരണം എന്ന് പറയുന്നത്. അനുസരണം എന്ന ആ ഒരു പദം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് എന്തൊക്കെയോ നമുക്ക് വെളിപ്പെടുത്തി കിട്ടാനുള്ള ഒരു മാർമിക വശങ്ങളുടെ പൊരുള് ഇവിടെ അഴുകുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അനുസരണക്കേടിന്റെ ശക്തിയാണ് ഇന്ന് ലോകത്തിൽ വ്യാപരിക്കുന്നത്. അതിന് നടുവിൽ അനുസരണമുള്ള ഒരു വെളിപ്പാട് ഒരു മനുഷ്യന് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പൊരുളുകൾ വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മളൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സാധ്യമാകും. കാരണം അല്പമെങ്കിലും ദൈവഭയം നമ്മളിൽ ഉള്ളത് കൊണ്ട്. എന്നാൽ അനുസരണമെന്ന മഹത്വായ ദൈവിക അനുഗ്രഹത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വാഗതം ചെയ്യണമെങ്കിൽ അതിന് കഠിനാധ്വാനം വളരെ ആവശ്യമാണ്. അനുസരിക്കുക എന്ന ശ്രേഷ്ഠമേറിയ പദത്തെ നമുക്കൊന്ന് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ഒരുപാട് വില കൊടുത്തേ മതിയാകും. നമുക്കറിയാം, അനുസരണം എന്നത് വിശേഷാൽ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കാനിടയാകുന്നത്. അതുകൊണ്ട് പലർക്കും അനുസരിക്കാൻ മടിയാണ്. അനുസരിക്കുക എന്നത് പറയുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. അത് പലർക്കും പറ്റത്തില്ല. അതിന് ഒരുപാട് ഒഴിവുകഴികൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ പറഞ്ഞ് അകന്നു മാറുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഏറ്റവും അതിശക്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്നത്. അനുസരണമുള്ള ഒരു ജോസഫിനെ കുറിച്ച്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ ഈ അനുസരണം മനുഷ്യന്റെ ജീവിതത്തിൽ ആഴമായി പതിയണമെങ്കിൽ അവന് വിശ്വാസം ആവശ്യമാണ്. ആരെക്കുറിച്ചുള്ള വിശ്വാസമാണ് ഇവിടെ ചിന്തിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്. ഏറിയ വിശ്വാസം നമ്മളിൽ വർദ്ധിക്കും തോറും ഏറിയ അനുസരണവും കൂടെ വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കട്ടെ. പ്രിയ കർത്താവേ, എന്നെ അനുസരണം എന്ന അനുഗ്രഹത്തിലേക്ക് എന്നെ നയിക്കണമേ. യഥാർത്ഥമായ അനുസരണത്തിന്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടുത്തണമേ എന്ന് എത്ര പേർക്ക് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കാൻ കഴിയും? അങ്ങനെ ഒരു പ്രാർത്ഥന മനോഭാവം ഉണ്ടെങ്കിൽ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തി അനുസരണം എന്ന മഹത്വമേറിയ അനുഗ്രഹത്തിന്റെ ഉടമസ്ഥരാക്കി നമ്മളെ മാറ്റുവാനിടയാണ്. വിശുദ്ധ ബൈബിൾ ഉടനീളം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. അനുസരിക്കാൻ വേണ്ടിയാണ് ദൈവം കൽപ്പനകളെ തന്നിരിക്കുന്നത്. കൽപ്പനകൾ കേവലം വായനയിലൂടെ, ഒരു ചടങ്ങിലൂടെ ആസ്വദിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ആ കൽപ്പനകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സബലീകരിക്കണം, പൂർത്തീകരിക്കണം, നിവർത്തീകരിക്കണം എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ആശ്രയത്തിൽ വിശ്വസിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ കീഴടങ്ങിലേക്ക് മാറുകയാണ്. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ അവന്റെ ജീവിതത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 വചനങ്ങളിൽ നാം വായിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ, ഒരു വാദവിവാദത്തിനും തയ്യാറാകാതെ, ഒരു കാലതാമസവും വരുത്താതെ ദൈവത്തിന്റെ ഭക്തനായ ജോസഫ് ദൈവത്തിന്റെ ശബ്ദം അനുസരിപ്പാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആത്മാവില്ലാത്ത ഒരു ശരീരം എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമോ? നിർജീവമായി മാറുകയാണ്. അതുകൊണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായി മാറുന്നുവെങ്കിൽ നമുക്ക് വീണ്ടെടുക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ പ്രവൃത്തി എന്ന മഹത്തായ അനുഗ്രഹമാണ്. ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, നിരീശ്വരവാദികൾ ഒഴികെ. എങ്കിൽ പോലും അവരുടെ അകത്തളത്ത് അറിഞ്ഞോ അറിയാതെയോ അവർ ദൈവമേ എന്ന് ചില സമയങ്ങളിൽ നിലവിളിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ദുഷ്ടന്മാരായാലും നല്ലവരായാലും ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അവരുടെ പ്രവൃത്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെയധികം മോശമാണ്. കാരണം ദൈവത്തിലുള്ള വിശ്വാസം അങ്ങ് മാറി നിൽക്കുന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യവും അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണം. അതിന് ദൈവിക വിശ്വാസം വളരെ വലുതാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തോടുള്ള നമ്മുടെ അനുസരണം എന്ന് പറയുന്നത് ഒരു കീഴടങ്ങിലേക്ക് മാറുവാനിടയാകും. ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് മാറുവാനിടയാകും. ദൈവത്തിന്റെ പരമാധികാരത്തിലേക്ക് മാറുവാനിടയാകും. അതാണ് ദൈവത്തോടുള്ള നമ്മുടെ അനുസരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറയുന്നത് അവൻ ദൈവത്തിങ്കിൽ നിന്നുള്ള അനുസരണമെന്ന അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരാകുകയാണ്. ഞാൻ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന മലയാളം തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു, നമുക്ക് അനുസരണം വളരെ ആവശ്യമായിരിക്കുന്നു. എന്തിനെ കുറിച്ചുള്ള അനുസരണം? ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ചുള്ള അനുസരണം, ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചുള്ള അനുസരണം, ദൈവത്തിന്റെ സന്നിധിയിൽ കീഴടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു അനുസരണം. അത് വിശ്വാസത്താൽ സംഭവിക്കുന്നു എന്ന് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, ഈ അനുസരണം എന്ന പദം സഹന ശക്തിയെ വിരൽ ചൂണ്ടുകയാണ്, കഠിനാധ്വാനത്തെ വിരൽ ചൂണ്ടുകയാണ്. അനുസരിക്കാനുള്ള ഒരു മനുഷ്യന്റെ ആഴത്തിലേക്ക് നയിക്കുന്ന ഉപോത്ബലകമാകുന്ന ഒരു ശക്തി കേന്ദ്രമാണ് എന്ത്? അനുസരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ളവരെ, ജോസഫ് എന്താണ് ഇവിടെ ചെയ്തതെന്നൊന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ
ദൈവത്തിന്റെ വചനം പറയുന്നു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ എന്ത് ചെയ്യുക? പാർക്കുക. നോക്കണേ, ദൈവത്തിന്റെ ദാസനായ യോസേഫ് രാത്രിയിൽ തന്നോട് സംസാരിക്കുന്ന ഈ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ അവൻ എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി എന്ന് തിരുവെടുത്ത് പറയുന്നു. അപ്പോൾ ഈ ഈജിപ്ത് എന്ന് പറയുന്നത് അഭയസ്ഥാനം കൂടെയാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ അറിയാവുന്ന ഈജിപ്ത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഒരു അടിമത്വത്തെയാണ് കാണുന്നത്. പഴയ നിയമം പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, 400 സംവത്സരക്കാലം ഇസ്രായേൽ മക്കൾ അടിമത്വം അനുഭവിച്ചു. എവിടെ? മിസ്രൈമിൽ അഥവാ ഈജിപ്തിൽ. അപ്പോൾ കേവലം അഭയസ്ഥാനവും അടിമത്വവും അനുഭവപ്പെടുന്ന ഈ ഈജിപ്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് യോസഫിനോട് പറയുന്നു, എഴുന്നേറ്റ് രാത്രിയിൽ തന്നെ നീ നിന്റെ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് കടന്നുപോക എന്ന് ആഹ്വാനം ചെയ്തു. എന്തുകൊണ്ട് ഇവിടെ നമുക്ക് യോസഫിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഉൾക്കാഴ്ചകൾ? ഒന്ന്, ഉടൻ നാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അന്നേ ദിവസം ആ ആലോചന നൽകി ആ സമയം ആ രാത്രി തന്നെ അവൻ പുറപ്പെട്ടു. അവൻ രാത്രിയാണല്ലോ കർത്താവേ, രാവിലെ പോകാം എന്നൊന്നും പറഞ്ഞ് വാദവിവാദത്തിന് തയ്യാറായിട്ടില്ല. അവിടെ ഈജിപ്തിൽ ഞങ്ങൾ എവിടെ പോകും, അമ്മ എവിടെ കിടക്കും, എങ്ങനെയാണ് സാഹചര്യങ്ങളൊന്നും ചോദിക്കാൻ തയ്യാറായില്ല. ദൈവ ശബ്ദത്തെ അനുസരിക്കുവാൻ ആര് തയ്യാറായി? യോസഫ് തയ്യാറായി. ഒരു ഭാഗികമായ അനുസരണമോ വിലപേശലോ ഒന്നും അവിടെ നടന്നില്ല. അവൻ പൂർണ്ണതയിലേക്ക് മാറി. ആര്? അനുസരണത്തിന്റെ പൂർണ്ണതയിലേക്ക് യോസഫ് മാറി. വിശ്വാസത്താൽ നയിക്കപ്പെടുവാൻ ഒരു കാരണവശാലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഇല്ലാതെ സന്തോഷത്തോടെ ദൈവ ശബ്ദത്തെ ഏറ്റെടുക്കുവാൻ യോസഫ് തയ്യാറായി. ആകയാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഒരു സത്യം ഇതാണ്: ദൈവത്തിന്റെ വചനം എന്ന ദൈവ ശബ്ദം നാം കേൾക്കുമ്പോൾ അത് അതേപടി അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. അതിനാൽ ഇവിടെ നമ്മൾ വചനം പഠിക്കുന്നത് ഇത് ഒരു കേവലം മാനുഷിക ശബ്ദമല്ല, അതിലപ്പുറത്ത് ദൈവത്തിന്റെ ശബ്ദമാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന ഒരു പാഠമെന്ന് പറയുന്നത് ഇതാണ്: നമ്മുടെ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ ഭാവി സ്വപ്നങ്ങളെ തടസ്സപ്പെടുത്തുന്ന പല സമ്പ്രദായങ്ങളും നമ്മുടെ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കാം. പഴയ നിയമം പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു പദം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ പഠിച്ചാട്ട് ദൈവം പറയുന്നു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. എവിടെ പോകണം, ഏത് ദേശം, അവിടുത്തെ സാഹചര്യം എന്താണ്, ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ആലോചന അബ്രഹാം അനുസരിച്ചു. സ്വന്തം ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സകലതിനെയും വിട്ട ആലോചനയ്ക്ക് വിധേയപ്പെട്ടു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: മാനുഷിക ബന്ധങ്ങൾക്കപ്പുറത്ത് നമുക്ക് വേണ്ടുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ ലോകത്തിലെ അറിവുകൾക്കപ്പുറത്ത്, ജ്ഞാനത്തിനപ്പുറത്ത്, സമ്പത്തിനപ്പുറത്ത്, കഴിവുകൾക്കപ്പുറത്ത്, മാനുഷികമായ എല്ലാ ബലത്തിനപ്പുറത്ത് നമുക്ക് വേണ്ടുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദമാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ആ ശബ്ദത്തിന്റെ അനുസരണത്തിലേക്ക് ആര് കടന്നു വരുന്നുവോ ആ വ്യക്തിക്ക് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം തന്റെ രാജ്യം തുറന്നു വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ
ആ വഴി, ആ സത്യം, ആ ജീവൻ, ആ നന്മ നിറഞ്ഞ അനുഭവങ്ങളെ സ്വീകരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയം മാറണം. എന്ന് പറഞ്ഞാൽ അനുസരണം എന്ന അനുഗ്രഹത്തിലേക്ക് മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ ബുദ്ധി ഉപദേശിക്കുക. ഓക്കെ, എല്ലാവരും എന്നോട് ഒപ്പം ഉണ്ടല്ലോ? അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി നമുക്ക് കടന്നു വരണം. നമുക്ക് നന്നായിട്ട് നല്ല നല്ല ചിന്തകൾ വചനത്തിലൂടെ കേൾക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഹൃദയത്തെ തട്ടിയുണർത്തുന്ന, ആത്മാവിനെ തട്ടിയുണർത്തുന്ന അനുസരണം എന്ന മർമ്മത്തിലേക്ക് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് യോസേഫിന്റെ ജീവിതം കൊണ്ട്. ദൈവത്തിന്റെ നടത്തിപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മളിലുള്ള പല സൗകര്യപ്രദമായ അവസ്ഥകളും മാറുവാനിടയാകും. പുതിയ നിയമം പഠിക്കുന്നവർക്കറിയാം, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഇവിടെയുള്ള സൗകര്യങ്ങളെ അന്വേഷിച്ചല്ല, ഇവിടെയുള്ള ശ്രേഷ്ഠമേറിയ പദവി ആഗ്രഹിച്ചിട്ടല്ല, ഇവിടെയുള്ള യാതൊന്നിനെ അവൻ എന്ത് ചെയ്തിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. അവൻ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, സകല മനുഷ്യരുടെയും ഹൃദയം ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നുള്ളത്. അതുകൊണ്ട് യേശുനാഥൻ വിളിച്ചു പറഞ്ഞ ശബ്ദം ഇതാണ്: മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തിൽ ഒരുവൻ കടന്നു വരണമോ അവനിൽ അനുസരണമെന്ന നന്മ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ എന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുക. അബ്രഹാം ലക്ഷ്യസ്ഥാനം എന്തെന്നറിയാതെ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന്റെ യാത്രയിൽ കൂടെയിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ നേരിട്ടു, പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ നേരിട്ടു. പക്ഷെ അബ്രഹാമിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ സഹായിച്ചു കൊണ്ടിരുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് ഒരു പക്ഷെ നമുക്കറിയത്തില്ല. ഇന്ന് നമ്മുടെ ആത്മാവ് ദൈവം ചോദിച്ചാൽ സ്വർഗത്തിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിൽ ഇന്നും ഹൃദയത്തിനകത്ത് വിങ്ങലുകളാണ്, തേങ്ങലുകളാണ്, സംശയത്തിന്റെ വിത്തുകളാണ്. സംഭവിക്കുമോ? ആ നിത്യതയിലേക്ക് എനിക്ക് എത്താൻ കഴിയുമോ? സ്വർഗം എനിക്ക് അവകാശമായി കിട്ടുമോ എന്ന് ഒരുപാട് അറിവില്ലായ്മയുടെ വലിയ ഒരു ശൃംഖലയാണ് നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് ചാഞ്ചാടുന്നത്. എത്ര പേർക്ക് ആത്മാർത്ഥത്തോട് പറയാൻ കഴിയും, ഇന്ന് എന്റെ കർത്താവ് വിളിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? നമ്മുടെ ഹൃദയത്തിലെ ആ തേങ്ങലുകൾ മാറണമെങ്കിൽ സത്യത്തിലേക്ക് മടങ്ങി വരണം. നമ്മുടെ ഹൃദയത്തിലെ വിങ്ങലുകൾ മാറണമെങ്കിൽ സത്യത്തിലേക്ക് മടങ്ങി വരണം. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള നെടുവീർപ്പുകള്, വ്യാകുലതകള്, ചിന്തകള്, ഇവയെല്ലാം മാറി ഞാൻ നിൽക്കുന്നത് യഥാർത്ഥ അടിസ്ഥാനത്തിലാണെന്ന് ഹൃദയം സമ്മതിക്കുന്നത് വരെയും പ്രിയമുള്ളവരെ നാം അനുസരണം എന്ന പാത പിന്തുടർന്നേ മതിയാകുകയുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷം പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, 4-ാം അധ്യായം 18 മുതൽ 22 വരെയും, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പഠിക്കുമ്പോൾ ശിഷ്യന്മാർ അവർ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ, അഥവാ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവർ സകലതും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. ഒരു ദിവസം യേശു പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു പറഞ്ഞു, എന്നെ അനുഗമിക്ക, എന്നെ അനുഗമിക്ക. ഉടനെ അവർ വലകൾ ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? ആരെ അനുഗമിച്ചു? യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന 4-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 20-ാം വചനം പറയുന്നത്. ലേവി എന്ന് പറയപ്പെടുന്ന ഈ മത്തായി സകലവും ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാക്യം അവിടെ പറയുന്നുള്ളൂ, എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ. ഒരു സാധാരണ വ്യക്തി എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവൻ സകലതും ഉപേക്ഷിച്ച് അനുഗമിക്കണമെങ്കിൽ ആ സാധാരണ വ്യക്തിയിൽ അവൻ എന്തോ മറഞ്ഞിരിക്കുന്ന വലിയ മർമ്മം കണ്ടു. ഞാൻ 1-ാം അധ്യായത്തിൽ നിങ്ങളോട് സംസാരിച്ചതുപോലെ ഈ ശിഷ്യന്മാർ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവർ സകലതും വിട്ടും അനുഗമിക്കാൻ കാരണം യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള സത്യം അവർ ആഴത്തിൽ ഗ്രഹിക്കുമ്പോൾ തന്നെ
യേശുക്രിസ്തു പൂർണ്ണ ദൈവം എന്നുള്ള സത്യം അവ ചില നിർണായ നിമിഷങ്ങളിലൂടെ, ചില ദിവസങ്ങളിലൂടെ അവർക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. എന്നാൽ മറുവശത്ത് യേശുവിനെ കുറിച്ച് പറയുന്നു, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഈ യേശു ക്രിസ്തുവിൽ എന്താണ് ഇത്ര വിശേഷമായ കാര്യം അടങ്ങിയിരിക്കുന്നത്? പക്ഷേ അനുസരിക്കാൻ ഇവിടെ ഒരു കൂട്ടരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു എന്ന ഒരു സത്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുസരിക്കാൻ തയ്യാറാകുന്നവർ ഒരിക്കലും വൈകുവാനിടയാകത്തില്ല. ഒട്ടനെ അനുസരിക്കാൻ തയ്യാറാകും. പൂർണ്ണമായി കീഴടങ്ങാൻ അവർ തയ്യാറാകും. അവർ കരിയർ അല്ലെങ്കിൽ ഭാവി സുരക്ഷ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭദ്രത ഒന്നും അവർ കണക്ക് കൂട്ടാൻ തയ്യാറാകത്തില്ല. യേശുക്രിസ്തുവിനേക്കാൾ വലുത് വേറൊന്നുമില്ല എന്നുള്ള ആഴമേറിയ ദർശനമാണ് അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ഇടയാകുന്നതും സകലതും ഉപേക്ഷിക്കാൻ ഇടയാകുന്നതും. ഞാൻ യേശുവിനെ അനുഗമിക്കുന്നുണ്ട്, എന്റെ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത്? എന്റെ ചാർച്ചക്കാരെ ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത്? മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടികളായതുകൊണ്ട് എല്ലാം മനുഷ്യരെ സ്നേഹിക്കണമെന്ന് പറയുന്ന യേശുവിന്റെ ശബ്ദമാണ് നാം കേട്ടിട്ടുള്ളത്. എന്നാൽ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെ നമ്മൾ കൈനീട്ടി സ്വാഗതം ചെയ്യുന്നു. അതെ, കഷ്ടത അനുഭവിക്കുന്നവരെ, വേദന അനുഭവിക്കുന്നവരെ, നിന്ന അനുഭവിക്കുന്നവരെ, ദൈവത്തെ മാത്രം സേവിക്കുന്നവരെ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഹൃദയം ഇവിടെ ദൈവവൈദ്യന്റെ ജീവിതത്തിൽ തുറക്കപ്പെടുകയാണ്. എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ചേ എല്ലാം ചില നിമിഷങ്ങളിൽ മനുഷ്യന്റെ ഹൃദയം തെറ്റായ ചിന്തയെ സ്വീകരിക്കാൻ ഇടയാകുന്നു. പൊട്ടച്ചൊല്ലും കളിവാക്കും ദുർനടപ്പ് പ്രവർത്തികളും സമൂഹത്തിൽ മ്ലേച്ഛമായ പ്രവർത്തികളെ സ്വാഗതം ചെയ്യുവാൻ ഇന്ന് ഹൃദയം എത്ര സമയം വേണേലും ചെലവഴിക്കും. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കറിയാം, ഈ പ്രസംഗത്തിൽ ഒരു കാരണവശാലും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊട്ടച്ചൽ, ഒരു കളിവാക്ക്, ഒരു ഹാസ്യമായ ഒന്നും പറയാതെ യേശു ക്രിസ്തുവിന്റെ വചനം മാത്രം പറയണമെന്നുള്ള ആ ചിന്തയും ആ മനസ്സും ഏകോപിച്ചു കൊണ്ട് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം എന്ന് പറയുന്നത് ദൈവമായതുകൊണ്ട് അതിന്റെ ശക്തിയും അതിന്റെ മഹത്വം അതിന്റെ ഗൗരവം ഒന്നുപോലെ രുചിച്ചറിയണം. അത് വളരെ വാഞ്ചയുള്ള കാര്യമാണ്. യോസഫ് ദൈവ ശബ്ദം കേട്ടപ്പോൾ ആ രാത്രി തന്നെ അവൻ പുറപ്പെട്ടു. ശിശുവിനെയും അമ്മയെ കൂട്ടി ദൈവം പറഞ്ഞ സ്ഥലത്ത് അവനെത്തി. ആ സമയത്ത് ഹെരോദാവ് 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ യേശുക്രിസ്തു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയാണ്. ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവം അനുവദിക്കുന്ന സമയം വരെയും ഒരു ദൈവവൈതലിനെ ഒരു ശത്രുവും തൊടാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ വിളിച്ചു പറയുകയാണ്. എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെ നാമും മരിക്കും. എന്നാൽ ഒരു ദൈവവൈതലിനെ ദൈവമാക്കിയിരിക്കുന്ന സമയം വരെയും എത്ര വലിയ പ്രതികൂലങ്ങൾ നേരിട്ടാലും ശത്രുത ജീവിതത്തിന് നേരെ വെല്ലുവിളിയായി ഉയർന്നാലും ദൈവം സൂക്ഷിക്കും. ആമേൻ പറയാമോ? സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ ശബ്ദം യോസഫിനോട് പറഞ്ഞു, ഈജിപ്തിൽ നിൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, നീ മടങ്ങിപ്പോകേണ്ടി വരുന്നു. ശിശുവിനെ കൊല്ലുവാൻ ഹെരോദാവ് ആലോചന നൽകിയെങ്കിലും ഹെരോദാവിന്റെ മരണം പൂർണ്ണമായി സ്ഥിരീകരിച്ചതിന് ശേഷം ആ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈജിപ്തിൽ നിനക്ക് മടങ്ങിപ്പോകേണ്ട സമയമായി. അങ്ങനെ ഈജിപ്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് വരാതെ പിന്നെയും എതിർപ്പിന്റെ ശക്തികൾ ഇസ്രായേലിൽ ഭരിക്കുന്ന നിമിത്തം ദൈവം സംസാരിച്ചു തുടങ്ങി. നസ്രത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോകണം, അവിടെ ശിഷ്ടകാലം നീ ചെലവഴിക്കണം എന്ന് പറഞ്ഞ്
യേശുവിനെ നസ്രത്ത് എന്ന ഗ്രാമത്തിലേക്ക് മാതാപിതാക്കൾ യേശുവിനെ കൂട്ടി നസ്രത്ത് എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി. ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്: ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്, സുരക്ഷിതത്വമുണ്ട്, കാവലുണ്ട്, ദൈവത്തിന്റെ സഹായമുണ്ട്, ദൈവത്തിന്റെ ദയ കരുണയുമുണ്ട്, ദൈവത്തിന്റെ മനസ്സലിവുണ്ട്, ദൈവത്തിന്റെ ഹൃദയം നമ്മോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ നാം തിരിച്ചറിയുവാനിടയാകണം. ഹല്ലേലൂയ. നമുക്ക് ആരുടെ സുരക്ഷിതത്വമാണ് നമുക്ക് ആവശ്യം? നമ്മുടെ ദൈവത്തിന്റെ സുരക്ഷിതത്വമാണ്. അവന്റെ ഹൃദയം നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ശ്രേഷ്ഠമേറിയ പദവിയാണ്. ഹല്ലേലൂയ. അവന്റെ കാവൽ, അവന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മനസ്സലിവ് ഒരു ഭക്തനോട് കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം കംഫോർട്ടബിൾ ആയ അനുഭവമാണ്. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യോസഫ് അനുസരണമുള്ളവനായിരുന്നു, ദൈവ ശബ്ദത്തിന് അവൻ അനുസരണമുള്ളവനായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാം വചനം പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വചനം പഠിക്കുമ്പോൾ ഇത് ചേർത്ത് നിർത്തിക്കൊണ്ടൊന്ന് പഠിച്ചാട്ട് അവിടെ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മരണത്തോളം, കുരിശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി അവൻ തന്നെത്താൻ താഴ്ത്തി. ലൂക്കോസ് 22:42 എന്റെ ഇഷ്ടമല്ല ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തി. ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടും യേശു ദൈവ ശബ്ദത്തെ അനുസരിച്ചു. അനുസരണം ഒരു ആരാധനയാണെന്ന് എത്ര പേർക്ക് അറിയാൻ കഴിയും? അനുസരണം സകലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തിൽ അധികാരം നഷ്ടപ്പെടും, ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും, ശ്രേഷ്ഠമേറിയ ചില ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടും ദൈവത്തിന്റെ അനുസരണത്തിന്റെ മുമ്പാകെ. ഒരിക്കൽ യേശു കർത്താവ് സിനഗോഗിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ ഭയപ്പെട്ടു. കൂടെ ഇരുന്ന എന്റെ മകൻ യേശു എവിടെ? അവർ അന്വേഷിച്ച് സിനഗോഗിൽ വരുമ്പോൾ കൂടെയുള്ള പ്രിയപ്പെട്ടവർ പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് എന്റെ മാതാപിതാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മറുപടി അറിയാമോ നിങ്ങൾക്ക്? എന്താണ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യേശു ക്രിസ്തു പറയുന്ന പദം ഇതാണ്: ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുന്നവർ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർ ആരാണോ അവരാണ് യഥാർത്ഥ മാതാപിതാക്കൾ. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്: വചനത്തിന് പ്രാധാന്യമുണ്ട്, ദൈവ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. ദൈവം വചനമാകുന്ന വചനം ആദിയിലുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, 1-ാം അധ്യായം 1-ാം വചനം. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, നമുക്ക് യേശു ക്രിസ്തുവിന്റെ വചനം, ദൈവ ശബ്ദം, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രാണനെ നഷ്ടപ്പെടുന്നത് വരെയും കൊണ്ടു നടക്കാൻ കഴിഞ്ഞുവെങ്കിൽ നാം രക്ഷപ്പെടുവാനിടയാകും. ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? ലൂക്കോസ് 9:23 ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത്, കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്താണ് ക്രൂശ്? ഒരുവൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നേരിടുന്ന നിന്ന, പരിഹാസം, ഒറ്റപ്പെടുത്തൽ, തള്ളിക്കളയൽ, നന്മകൾ മുടക്കുന്ന അനുഭവങ്ങൾ, ഭാവിയെ തടസ്സം ചെയ്യുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ എന്ന ക്രൂശുമെടുത്ത് നാം യേശുവിനെ അനുഗമിക്കണം. ചിലപ്പം വീട് നഷ്ടപ്പെടും, ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടും, ചിലപ്പോൾ നമ്മുടെ സുരക്ഷ, ഈ ലോകത്തിലെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും. എങ്കിൽ സ്വർഗത്തിലെ ദൈവം വചനം പറയുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. എന്താ 9:23 പറയുന്നത്? തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും, ഒരു ദിവസമല്ല പറയുന്നത്, എല്ലാ ദിവസവും തന്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അത് നമ്മുടെ ക്രൂശ്
നമ്മുടെ ക്രൂശ് എന്താണ്? ഒരു പക്ഷേ രോഗമായിരിക്കാം, ഒരു പക്ഷേ മാനസികമായ പിരിമുറുക്കങ്ങളായിരിക്കാം, നിന്ദകളായിരിക്കാം, പഴികളായിരിക്കാം, യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം ഉണ്ടാകുന്ന ഒരുപാട് വെല്ലുവിളികളാകാം, ഒരുപാട് തിക്ത അനുഭവങ്ങളാകാം. പക്ഷേ അവിടെയെല്ലാം സന്തോഷത്തോടെ ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അടുത്തു വരുവാൻ നമ്മുടെ ഈ നിന്ദകളും കത്തതകളും വേദനകളും സഹിഷ്ണുതയോടെ അമ്മ ദീർഘക്ഷമയോടെ ഏറ്റെടുത്തുകൊണ്ട് അനുഗമിക്കുക എന്നാണ് ഇവിടെ തിരുവെടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. അനുസരണത്തിന് ദൈവത്തിന്റെ സമയത്തോടുള്ള കടപ്പാടാണ്. അനുസരണം എന്താണ്? ദൈവത്തിന്റെ സമയത്തോടുള്ള കടപ്പാടാണ്. അതിന് വിശ്വാസം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവത്തിന്റെ സമയത്തെ കുറിച്ച് ഇവിടെ ജോസഫ് വാദിച്ചില്ല. ആ സമയം തിരിച്ചറിഞ്ഞു. രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകല്, കൂരിരുട്ടെങ്കിൽ കൂരിരുട്ട്. പക്ഷെ എനിക്ക് എന്റെ ദൈവത്തിന്റെ സമയമാണ് എനിക്ക് ആവശ്യം. ആ സമയത്തോട് ഞാൻ വാദിക്കത്തില്ല. ആ സമയത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് യോസഫ് വിശ്വാസത്തോടെ അനുസരിപ്പാനിടയായി. ഹല്ലേലൂയ. ഇന്ന് അനേകരെ കള്ളപ്രവാചകന്മാരുടെ പുറകെ പോകുന്നു, അല്ലേ? ആമേ ഉപദേഷ്ടാക്കന്മാരുടെ പുറകെ പോകുന്നു. ഒരു കാര്യം വ്യക്തമാക്കുക, യേശു ക്രിസ്തു എന്ന ദൈവിക സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു സുഖകരമായ ഒരു അനുഭവം ഈ ലോകം നമുക്ക് നൽകി തരികയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ തെലുങ്കാനയിൽ കർത്താവിന് വേണ്ടി ശ്രേഷ്ഠമായി പ്രയോജനപ്പെട്ട 45 വയസ്സുകാരനെ അവിടെയുള്ള ദേശം, അവിടെയുള്ള ആളുകൾ കൊല വിളിക്കാനിടയായി. കാരണം ലോകത്ത് എവിടെ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിനെ ഉയർത്താൻ തയ്യാറാണോ? ജീവിത വിശുദ്ധിയിലേക്ക്, ദൈവത്തിന്റെ സമയത്തിലേക്ക് തയ്യാറാണോ അടുത്തു വരാൻ? അവന്റെ ജീവിതത്തിൽ ഒരിക്കലും സുഖസ്പരമായ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. ഇവിടെ ദൈവത്തിന്റെ ദാസനായ ജോസഫ് മറിയെ ഭാര്യയായി സ്വീകരിക്കുമ്പോഴും കാണിച്ച വിശ്വസ്തത എത്ര ശ്രേഷ്ഠമാണ് നാം ചിന്തിച്ചു കഴിഞ്ഞു. 1:24 മത്തായിയുടെ സുവിശേഷം. ദൈവം യോസേഫിനോട് പറയുന്നു, നീ സംശയിച്ചു നിൽക്കരുത്. ലോകം എന്തു പറഞ്ഞാലും നീ മറിയെ ചേർത്തുകൊള്ളാൻ മടിച്ചു നിൽക്കരുത്. ഹല്ലേലൂയ. അവളിൽ ഉരുവാകുന്ന ശിശു ദൈവത്തിന്റെ പുത്രനാണ്, ക്രിസ്തുവാണ്, ഇമ്മാനുവേലാണ്, മശിഹയാണ് എന്ന് ഇവിടെ ദർശനം യോസേഫിന് നൽകിയ. പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുസരണത്തോടെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന, സത്യസന്ധത, ഔദാര്യ എന്നിങ്ങനെയുള്ള ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങൾക്ക് നാം അനുസരണം പുലർത്തുന്നുവെങ്കിൽ എത്ര ദൈവിക സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ തോന്നുന്നത് ഈ ദൈവത്തോടുള്ള അനുസരണമാണ്. നമുക്ക് ദൈവത്തിന്റെ പദ്ധതി പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം അറിയണം. എന്നാൽ ആരും നമ്മളെ കാണുന്നില്ലെങ്കിലും സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം അറിയുന്നു. അനുസരിക്കുന്ന ഒരു ഹൃദയത്തെ ദൈവം കാണുന്നു. യോനയെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. 1:2 എന്താണ് പറയുന്നത്? നിനവയിലേക്ക് പോകാൻ ദൈവം അരുളി ചെയ്തു, പക്ഷെ അവൻ തർശീശിലേക്കാണ് പോയത്, അനുസരണക്കേട് കാണിച്ചത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വലിയ മത്സ്യം എന്ത് ചെയ്തു? അവനെ വിഴുങ്ങുവാനിടയായി. അവന്റെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റ് നേരിടുവാനിടയായി. വലിയ ദുരന്തം അവന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. അനുസരണക്കേട് കാണിച്ചാൽ അനാവശ്യമായ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും.
എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് പ്രിയ കർത്താവേ, ഒരിക്കലും അനുസരണക്കേട് കാണിക്കുവാൻ, ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ഇന്ന് പകൽ എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ എന്താണ് എന്നോട് സംസാരിക്കുന്നത്, അത് ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ച് ഒരു സംശയവും കൂടാതെ, ഒരു വാദവിവാദത്തിനും തയ്യാറാകാതെ അനുസരിക്കുവാൻ എന്റെ ഹൃദയത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹൃദയം കൂടെ വരികയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിൽ ശമൂവേൽ ശൗലിനെ ശാസിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: അനുസരിക്കുന്നത് യാഗത്തെക്കാൾ നല്ലത്. പലരുടെയും വിചാരം ഇതാണ്, ഈ ലോകത്തിൽ അവൻ ദാനധർമ്മങ്ങൾ ചെയ്താൽ ദൈവം പ്രസാദിക്കും, അവൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ദൈവം പ്രസാദിക്കും. എന്നാൽ അതേ കാര്യം തന്നെ ഇവിടെ വചനം പറയുന്നു, ഇതൊക്കെ കറപുരണ്ട തുണി പോലെ അത്രേ. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളോ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളോ. അതുകൊണ്ട് ഈ ലോകത്തിലെ ഭൗതിക നല്ല പ്രവർത്തികളെയും ദാനധർമ്മങ്ങളെയും നല്ല ജീവിത ശൈലിയുമല്ല ഇവിടെ ഉദ്ധരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഉപവസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, നന്നായി വചനം പഠിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ശബ്ദത്തിൽ അനുസരിക്കുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഉന്നയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ എന്താണ് അനുസരിക്കേണ്ടത്? അത് നമുക്ക് ചിന്തിക്കണം. എന്താണ് നമ്മൾ അനുസരിക്കേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനാ മുറികളിൽ യേശു ക്രിസ്തുവിന്റെ ശബ്ദം ഉയരണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടാകണം. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ അഥവാ മാഗികൾ യേശുവിനെ വണങ്ങി, അവനെ കണ്ടു, വണങ്ങി അവനെ നമസ്കരിച്ചു, ഒന്നും മോരും കുന്തിരുക്കും കാഴ്ചവെച്ചു. കാരണം സമൂഹത്തിലുള്ള വേദ പണ്ഡിതന്മാർക്കറിയാത്ത ദർശനം മാഗികൾക്ക് ലഭിച്ചു, വിജാതീയരായവർക്ക് ലഭിച്ചു, ബാബിലോണ്യ പേർഷ്യ സംസ്കാരത്തിൽ നിന്ന് വന്നവർക്ക് ലഭിച്ചു. ഇത് എങ്ങനെ സംഭവിച്ചു? ഞാനത് ഇവിടെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് യോസഫിലൂടെയും മറിയയിലൂടെയും കാണിച്ചിരുന്ന ഒരു മാതൃക കൊണ്ട് ലോകത്തിന്റെ രക്ഷകനാകുന്ന യേശു ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു, ദൈവമായവനായ യേശു ക്രിസ്തു, അവന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഞങ്ങളുടെ കൈകളിലാണെന്ന് അവർ പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തു പറയുന്ന മറ്റൊരു സന്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ അനുഗമിക്കുന്നവർ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മാതാവിനെയോ പിതാവിനെയോ ചാർച്ചക്കാരെയോ ബന്ധുമിത്രാദികളോ വസ്തുക്കളെയോ വീടുകളെയോ പണത്തെയോ സമ്പത്തെയോ ജോലിയോ പൊസിഷനോ ഈ ലോകത്തിലെ എന്തു തന്നെ ആയാലും വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നാൽ അത് നമുക്ക് ക്ഷീണമായി മാറും, അത് അനുസരണക്കേടിന്റെ ഭാഗമായി മാറും. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളത് പഠിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർന്നമായ ഒരു സ്ഥാനത്ത് കൊണ്ടെത്തിച്ചിട്ട് പറയുന്നു. ആര് കൊണ്ടെത്തിച്ചു? ഈ ലോകത്തിന്റെ പ്രഭുവായ, ഈ ലോകത്തിന്റെ ദൈവമായ പിശാചു പറഞ്ഞു. ആ അശരീരി മുഴങ്ങി, ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം ഇതാണ്: എന്നെ വീണ് നമസ്കരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലുള്ള സകലതും ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഓർത്തുകൊള്ളണം, ഈ ലോകത്തിന്റെ ശക്തി ആരുടെ അധീനതയിലാണ്? പിശാചിന്റെ അധീനതയിലാണ്. വാസ്തവത്തിൽ യേശുവിനോടാണ് സംസാരിക്കുന്നത്. ലോകത്തിന്റെ രക്ഷകനാകുന്ന യേശുവിനോട്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധോലോകത്തിന്റെയും അധികാരമുള്ളവനായ യേശുവിനോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട്? മാതാവുണ്ട്, പിതാവുണ്ട്, ചാർച്ചക്കാരുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്,
സ്ഥാനങ്ങളുണ്ട്, പദവികളുണ്ട്, ഉയർച്ചകളുണ്ട്, ശ്രേഷ്ഠമായ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഇതിനകത്ത് ലഭിക്കുന്ന ബഹുമാനവും കരുതലും നേട്ടങ്ങളും എല്ലാം ഞാൻ നിനക്ക് തരാം. പക്ഷെ യേശു പറഞ്ഞ പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പിശാചേ, എന്നെ വിട്ടു പോകുവേ. ഹല്ലേലൂയ. എന്നെ വീണ് നമസ്കരിപ്പീ. യേശു ക്രിസ്തു പറഞ്ഞ പദമാണ്. ഇതൊന്നും എന്റെ വാക്കുകളല്ല, ദൈവവചനത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ വാക്കിൽ ഇവിടെ ഉപസംഹരിക്കട്ടെ. യോസഫിന്റെ അനുസരണം, അബ്രഹാമിന്റെ അനുസരണം, ഇങ്ങനെ ഒരുപാട് ദൈവത്താൽ അനുസരിക്കപ്പെട്ടവരുടെ ഒരു ഹിസ്റ്ററി വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് അനുസരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലുള്ള കീഴ്പ്പെടലാണ്. അനുസരണം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. അനുസരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അനുസരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നാമം പങ്കുള്ളവരായി മാറുക എന്നുള്ളതാണ്. ആകയാൽ ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അനേക ദൈവിക സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. എന്നോടൊപ്പം കടന്നു വരുമല്ലോ. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ അനുസരണത്തിന് പാത്രീഭൂതരാകുവാൻ, അവിടുത്തെ അനുസരണത്തിൽ ഞങ്ങൾ ഏകോപിച്ചു നിൽക്കുവാൻ, അവിടുത്തെ അനുസരണമുള്ള ആമേ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ദൈവത്തെ അനുസരിക്കാൻ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയം ദൈവത്താൽ മറയപ്പെടുവാൻ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ശക്തിയുടെ പരിപൂർണതയിലേക്ക് മാറുവാൻ സഹായിക്കണമേ. ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ വകയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി കടന്നു വന്ന് ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സ്നേഹിതരെ, അയൽവാസികളെ, കൂടെ പഠിച്ചവരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് ഇവിടെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു. ദൈവം നമ്മളെ ധാരാളമായും അനുഗ്രഹിക്കുമാറാകട്ടെ.